ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വീണ്ടും നമ്മോടുകൂടെ പാസ്റ്റർ അനീഷ് മനോ സ്റ്റീഫൻ അവர்களுണ്ട്. വളരെ വളരെ ഹൃദ്യമാകുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷ്യമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായി തീരുവാൻ പോകുന്ന പാസ്റ്റർ അനീഷിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പങ്കുവയ്ക്കുവാൻ പോകുന്നത്. അതിനുശേഷം ബാംഗ്ലൂരിലെ ചർച്ച് ആരംഭിച്ചതിൻ്റെ കാര്യങ്ങളും പങ്കുവയ്ക്കുവാൻ ഉള്ള ഒരു നല്ല സന്ദർഭമാണ്. പാസ്റ്റർ, ഇത് ഇതൊരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ആശയവിനിമയമാണ്. ഇതൊരു ചരിത്രം പോലെ ഇത് മാധ്യമങ്ങളിൽ കിടക്കും. ഒരുപാട് തലമുറകൾക്ക് ഇത് അനുഗ്രഹമായി തീരും. പാസ്റ്ററുടെ ഓരോ ജീവിതാനുഭവങ്ങളും അത് പുതിയ തലമുറയ്ക്ക് മാത്രമല്ല, എല്ലാ തലമുറയിലുള്ളവർക്കും അവരവരുടെ ജീവിതത്തെ വിശകലനങ്ങൾക്ക് വിധേയമാക്കുവാനും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ ഒന്ന് അവലോകനം ചെയ്യുവാനും ഒക്കെയുള്ള, അതോടൊന്നിച്ച് പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും പുതിയ സമർപ്പണത്തിലേക്ക് വരുവാനും ഒക്കെയുള്ള ഒരു വലിയ അത്ഭുതകരമാകുന്ന സാക്ഷ്യങ്ങളാണ് പാസ്റ്റർ പങ്കുവച്ചത്. അതിന് പാസ്റ്റർ തയ്യാറായതിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന്, അകത്തുള്ള കാര്യങ്ങളെല്ലാം തുറന്ന് ഒരു സർജറി ടേബിളിൽ, ഒരു ഓപ്പറേഷൻ ടേബിളിൽ വെക്കുന്നത് പോലെ ഞങ്ങൾക്ക് വേണ്ടി അത് തുറന്നു തന്നതിനായിട്ട് പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങൾ വളരെ വളരെ ഉത്സാഹത്തോടു കൂടെ കാത്തിരിക്കുകയാണ് വിവാഹ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി, വിവാഹ കാര്യങ്ങൾ വിശദീകരിക്കുവാൻ വേണ്ടിയുള്ള ഈ അവസരം പ്രയോജനപ്പെടുത്തുക. രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ വരെ, എൻ്റെ 25-ാമത്തെ വയസ്സിൽ പാസ്റ്റർ പോൾ തങ്കയ സ്നാനപ്പെടുത്തുന്നതിന് മുന്നേ വരെ എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായിരുന്നൊരു വീക്ക്നെസ് ആണ് പെൺകുട്ടികളോടുള്ള ഇഷ്ടം തോന്നുന്ന ആ ജഡീകമായിട്ടുള്ളൊരു കാര്യം എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കൂടെ പഠിക്കുന്നത് കോളേജിലുള്ളവരെയൊക്കെ ആരെങ്കിലും വിവാഹം കഴിക്കണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട് കർത്താവുമായിട്ടൊരു ഭയങ്കര ബന്ധം വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് സർക്കിൾ തന്നെ ആദ്യം അങ്ങ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. എനിക്ക് നല്ലൊരു സ്ട്രോങ് ഫ്രണ്ട് സർക്കിളുള്ളൊരു വ്യക്തിയായിരുന്നു. ഇന്ന് ആത്മീക സിസ്റ്റത്തിനകത്ത് ഒത്തിരി ഫ്രണ്ട് പാസ്റ്റേഴ്സ് പലരും എന്നോട് ഈ റിവൈവലിൻ്റെ അകത്ത് ചോദിച്ചു, എങ്ങനെ ഇത്രയും പാസ്റ്റേഴ്സ് ഒരു ചർച്ചിൽ വരുന്നത്, ഇത്രയും പാസ്റ്റേഴ്സായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ബന്ധം? അപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയാ, പണ്ട് എനിക്ക് ലോകത്തിലുള്ള കുറേ ഫ്രണ്ട്സുമായിട്ടായിരുന്നു ബന്ധം. ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ ഒത്തിരി ദൈവദാസന്മാർ തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സായിട്ടും സുഹൃത്തുക്കളായിട്ടും കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതും ഏത് കാര്യത്തിന് കൂടെ നിൽക്കുന്നതും. ആ ഫ്രണ്ട് സർക്കിളിലൊരു വലിയ ചേഞ്ച് ദൈവം എന്നെ ആ ലൈഫിൽ കൊണ്ടുവന്നു. അപ്പം അതിൻ്റെ അകത്ത് ബോയ്സും മാറി, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള അങ്ങനത്തെ ആ സിസ്റ്റത്തിൽ നിന്നെല്ലാം മാറ്റി കർത്താവുമായിട്ടൊരു ഭയങ്കര ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പാണ് ദൈവം അവിടെ ബിൽഡ് ചെയ്തത്. ഞാൻ ആയിരുന്ന ചർച്ചിലും ചില ചെറുപ്പക്കാർക്കൊക്കെ റിലേഷൻഷിപ്സും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടും വർഷിപ്പ് ടീമിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം എങ്ങനെയോ അതിനകത്തൊക്കെ എന്നെ സൂക്ഷിച്ചു. അങ്ങനെ ഒരു ഹൈ പ്രൊഫൈൽ ചർച്ചായിരുന്നിട്ടും, അതിനുള്ള സാധ്യതകളുള്ളൊരു ചർച്ചായിരുന്നിട്ടും, ഒരു പെൺകുട്ടിയുടെ ഫോൺ നമ്പർ പോലും എൻ്റെ മൊബൈലിലൊന്നും വരാതെ, ആരോടും ഒന്നും മിണ്ടാതെ അവിടെ പോവുക, കാര്യങ്ങൾ ചെയ്യുക, തിരികെ വരിക. എൻ്റെ വിവാഹത്തിന് പാസ്റ്റർ പോൾ ഈ സമയത്ത് ജീവിക്കുന്നത് ബാംഗ്ലൂരിലാണ്, ബാംഗ്ലൂർ പട്ടണത്തിലാണ്. ബാംഗ്ലൂരിൽ അന്ന് ഭാഗമായിരിക്കുന്നത് പാസ്റ്റർ പോൾ തങ്കയ അവരുടെ FGAG ചർച്ചിലാണ്. അതെ, അവിടെ 3000-ലധികം ആളുകൾ ഒരു സർവീസിന് പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല സർവീസുകളുണ്ട്. അതെ, അപ്പോൾ ആയിരക്കണക്കിന് പെൺകുട്ടികൾ അവിടെ വരുന്നുണ്ട്. അതെ, അവിടെയാണ് ഈ അത്ഭുതം സംഭവിക്കുന്നത്. പാസ്റ്റർ പോൾ തങ്കയ എൻ്റെ വിവാഹത്തിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്, ഇംഗ്ലീഷിൽ അദ്ദേഹം പറഞ്ഞ, "One thing I like about Anish, he just comes, doesn't talk to anyone, plays the keyboard, finishes his work and he goes back." അപ്പോൾ ഞാൻ ചിന്തിച്ചു, ആയിരക്കണക്കിന് ആളുകൾ ഉള്ള ചർച്ചിന്റെ പാസ്റ്റർ പോലും നമ്മളെ ശ്രദ്ധിക്കുന്നു. ആ ക്യാരക്ടറാണ് അദ്ദേഹം ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. നല്ല കീബോർഡ് വായിക്കുമോ എന്നല്ല അദ്ദേഹം പറഞ്ഞത്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇത്രയും നാളായിട്ട് വിശ്വസ്തനായിട്ട് ഉണ്ടോ, അതൊന്നും അദ്ദേഹം പറഞ്ഞില്ല. നമ്മുടെ ടെസ്റ്റിമണി വളരെ പ്രാധാന്യമുള്ളതാണ് എന്നെനിക്ക്
എല്ലാ ടൈമിലും തോന്നി. ഞാൻ ചെറുപ്പക്കാരൻ ഞാനൊരു ചെറുപ്പക്കാരനെ ഉപദേശിക്കുകയായിരുന്നു എൻ്റെ റൂമിൽ, ഓഫീസ് റൂമിൽ. ഞാൻ അവനോട് പറഞ്ഞ, മോനെ, നിന്നെ നശിപ്പിക്കാൻ പിശാച് ശ്രമിക്കാൻ സാധ്യതയുള്ളൊരു മേഖല നിന്റെ ടെസ്റ്റിമണിയെ മോഷ്ടിക്കും. ജോൺ 10:10. നമ്മുടെ സമ്പത്തൊക്കെ അവസാനമായിരിക്കാം മോഷ്ടിക്കുന്നത്, പക്ഷെ ആദ്യം മോഷ്ടിക്കും നിന്റെ ടെസ്റ്റിമണി. നിന്റെ ലൈഫിൽ ഏറ്റവും ഹൈലൈറ്റഡ് ആയി നിൽക്കുന്ന നിന്നെ പരിശുദ്ധാത്മാവ് മാറ്റിയ ടെസ്റ്റിമണിയാണ്. അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. കർത്താവിൻ്റെ കൃപയാൽ പാസ്റ്റർ ആ ചേർച്ചിൽ പോകുവാൻ ടെസ്റ്റിമണി നഷ്ടപ്പെടാതിരിക്കുക. അതുകൊണ്ടായിരിക്കാം പാസ്റ്റർ എന്നെ ലേഡീസ് മീറ്റിങ്ങിൻ്റെ കീബോർഡിസ്റ്റ് ആക്കി. അപ്പോൾ ലേഡീസ് മീറ്റിങ്ങിൽ ഞങ്ങൾ 2-3 ആണുങ്ങളെ ഉള്ളൂ, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവരും ക്യാമറ എടുക്കുന്നവരും കീബോർഡിസ്റ്റ്. അങ്ങനെ പാസ്റ്റർ ഷീബ തങ്കയ്യ, പാസ്റ്റർ പോൾ തങ്കയുടെ വൈഫ് ശുശ്രൂഷിക്കുന്ന കൂട്ടായ്മയുടെ, സഹോദരിമാരുടെ കൂട്ടായ്മയുടെ കീബോർഡിസ്റ്റ് ഞാനായി. ശനിയാഴ്ചകളിൽ അവിടെ പോവുകയും കീബോർഡ് വായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയ സമയത്താണ് ഡാഡി വിവാഹത്തെക്കുറിച്ച് പറയുന്നതും വിവാഹത്തിന് വേണ്ടി ഒരുക്കം കുറിക്കുന്നതുമല്ല. ഇതിനിടയിൽ ഒരു കാര്യം കൂടെ ചോദിച്ചുകൊള്ളട്ടെ. ഇടയ്ക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ സാൻ ഫ്രാൻസിസ്കോയിൽ പോയി സെറ്റിൽ ആകണമെന്നുള്ളത്. അതെ. ആ ആഗ്രഹമൊക്കെ ഈ സമയം ആയപ്പോഴേക്കും പോയോ? ഇല്ല, പോയിട്ടില്ല. ആ ആഗ്രഹം എപ്പോഴും ഉണ്ട്. അമേരിക്കയിൽ പോകണം എന്നുള്ള ആഗ്രഹം 2011 മാറിപ്പോകുന്നത് ജീവിതത്തിൽ നിന്ന്. അത് ശരി. നോർത്ത് ഇന്ത്യൻ മിഷൻസിലേക്ക് ഞാൻ ആദ്യമായിട്ട് പോകുമ്പോഴാണ് US ട്രിപ്പ്. അല്ലെങ്കിൽ എനിക്ക് ഫാമിലി ആയിട്ട് അമേരിക്കയിൽ സെറ്റിൽ ചെയ്യണം എന്നത് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതൊക്കെ ആയിരുന്നു എൻ്റെ വിവാഹത്തിൻ്റെ ഞാൻ എഴുതിയ പോയിന്റ്സിൻ്റെ അകത്ത്. എനിക്ക് എൻ്റെ കൂടെ അമേരിക്കയിൽ ജീവിക്കാൻ ഒക്കുന്ന ഒരു ഭാര്യയാണോ ദൈവം നൽകാൻ പോകുന്നതെന്നൊക്കെയുള്ള ചിന്തകൾ ആ സമയത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ പ്രധാനപ്പെട്ട് എഴുതിയിരുന്ന ഒരു പോയിന്റ്, എൻ്റെ ഭാര്യ നല്ലവണ്ണം ഇംഗ്ലീഷ് വർത്തമാനം പറയണമെന്നായിരുന്നു. അപ്പോൾ പപ്പ ഡാഡി അത് പറഞ്ഞു. ഞാനൊരു 10 പോയിന്റ് കൊടുത്തു. ഞാൻ എഴുതി കൊടുത്തു. പറഞ്ഞോ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു. എഴുതിയതാണോ പറഞ്ഞാണെന്ന് ഓർക്കുന്നില്ല. ഡാഡിയുടെ തിരികെയുള്ള കമ്മ്യൂണിക്കേഷൻ ഞാൻ മറക്കത്തില്ല. കാരണം ഡാഡി ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു ഇമെയിൽ അയച്ചു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഞാൻ ഓർക്കുന്നു. ഒബ്വിയസ്ലി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടായിരിക്കണം, അതൊക്കെ ബൈ ഡിഫോൾട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞു, 1, നല്ല ഹൈറ്റ് വേണം. 2, നല്ല വെളുത്തിരിക്കണം. കാരണം കുഞ്ഞുങ്ങൾക്ക് കോളേജിൽ പഠിക്കുമ്പോൾ പിള്ളേർ പറയുമായിരുന്നു, ഞാൻ ഇരുണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്കൊരു വെളുത്ത കുഞ്ഞ് കിട്ടണമെങ്കിൽ വെളുത്ത ഭാര്യ വേണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണകളോ ധാരണകളോ ഉണ്ടായിരുന്നു. 3, നല്ല നീളമുള്ള മുടി വേണം. 5, കോട്ടയത്ത് നിന്നായിരിക്കണം. അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് കൊടുത്തു. നല്ലവണ്ണം ഇംഗ്ലീഷ് പറയണം, നല്ലവണ്ണം പാടണം, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എങ്ങാനും വായിക്കാൻ പറ്റിയ, അങ്ങനെ 10 പോയിന്റുള്ളൊരു കാര്യമാണ് ഡാഡിക്ക് കൊടുത്തത്. ഡാഡി ഒരു 2-3 ദിവസം ഒന്നും മിണ്ടിയില്ല, എൻ്റെ ഫോണും വിളിച്ചില്ല. ഡാഡിക്ക് ഇമെയിലൊന്നും അയക്കാൻ അന്നും അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. ഡാഡി ഒരു പഴയ ടെക്നോളജിക്കകത്തുള്ള ആൾ. ഡാഡിയുടെ സീനിയർ പാസ്റ്റർ അജി ജസ്റ്റിസിനെ കൊണ്ട് എനിക്കൊരു വലിയ ഇമെയിൽ അയച്ചു. 100 വാക്യങ്ങളുള്ള ഇമെയിലായിരുന്നു. 100 വാക്യങ്ങൾ, ബൈബിൾ വേഴ്സ്, വേറൊന്നും എന്നോട് പറഞ്ഞില്ല. ദൈവത്തിന്റെ ഇഷ്ടത്തെക്കുറിച്ച് 100 വാക്യം. അതായിരുന്നു ഡാഡിയുടെ റെസ്പോൺസ്, മറുപടി. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ തലമുറയിൽ ഇതൊന്നും ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കാര്യവുമില്ല. എൻ്റെ ഡാഡിക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എല്ലാവരും അവരവരുടെ ആഗ്രഹങ്ങൾ അവരവരുടെ മക്കളെ അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് എനിക്ക് അന്നുണ്ടായ ചിന്ത. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലായിരുന്നു. ഒരു അഭിഷക്തന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാ നിയന്ത്രിതമായിട്ട് എന്നെ ദൈവത്തിന്റെ ട്രാക്കിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ പിതാവും സ്പിരിച്വൽ ഫാദറുമായിരുന്നു ഡാഡിയെ പരിശുദ്ധാത്മാവ് പ്രയോജനപ്പെടുത്തിയ. അല്ലെങ്കിൽ ഒരു പക്ഷേ തെറ്റിപ്പോയേന്. ബാംഗ്ലൂരിൽ ആരെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ, അല്ലെങ്കിൽ പോൾ തെങ്ക പാസ്റ്ററിന്റെ ചേർച്ചിലുള്ള ആരെങ്കിലും കണ്ടിഷ്ടപ്പെട്ടോ, മലയാളിയാണെന്നോ പറഞ്ഞോ, എന്നാൽ ഈ വിവാഹത്തിലേക്ക് പോകുന്നതിനൊക്കെ പകരം ഒരു വലിയൊരു സർപ്രൈസ് ആയിട്ട് ദൈവം ആ വിവാഹത്തെ തരികയാണ്. ദൈവഹിതപ്രകാരമുള്ള ഒരു വിവാഹം നടക്കണം എന്നുള്ളത് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട്. വളരെ. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ, പ്രത്യേകിച്ച് 15 വർഷത്തെ ദാമ്പത്തിക ജീവിതം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ, എൻ്റെ ഇന്ന് എല്ലാവരും അനീഷ് മനോ സ്റ്റീഫൻ എന്ന ദേവദാസിനെ അറിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ ആ വഴിത്തിരിവ്, ആ വലിയ ചേഞ്ച് ഓവർ നടന്നത് വിവാഹത്തിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ ഈ ലിസ്റ്റൊക്കെ നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഇതോടുകൂടെ ഈ ലിസ്റ്റോടുകൂടെ, ഹൃദയത്തിലുള്ള ലിസ്റ്റോടുകൂടെ പെൺകുട്ടിയെ കാണാൻ പോയപ്പോൾ ഈ ലിസ്റ്റിൽ ഒന്നും
മാച്ച് ചെയ്തില്ല. ഈ ലിസ്റ്റിൽപ്പെട്ട കാര്യങ്ങളൊന്നും മാച്ച് ചെയ്യുന്നില്ല. ഒന്ന്, ഞാൻ പറഞ്ഞ പൊക്കമില്ല. പൊക്കമില്ല. രണ്ട്, അന്ന് ഞാനാ വെളുത്തിരുന്നത്. ഇന്നിപ്പോ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി ചൂടടിച്ചത് കൊണ്ടായിരിക്കാം ഇച്ചിരി ഞാൻ ടാൻഡ് ആയിട്ടുണ്ട്. അന്ന് എനിക്കായിരുന്നു കളർ വെച്ച് എൻ്റെ വിവാഹ ഫോട്ടോ അതിന് സാക്ഷ്യം നൽകുന്നുണ്ട്. അപ്പോൾ എന്നെക്കാളും ഇരുണ്ടിരിക്കുന്നു. അന്ന് ഈ ആദ്യം കാണുന്ന ഫോട്ടോയിൽ ബോബി ചെയ്തിരിക്കുന്നു. തലമുടി നീണ്ട തലമുടി അല്ല. പിന്നെ കണ്ണൂരുകാരിയാ. പിന്നെ പാട്ട് പാടിയത് വളരെ രസമായിരുന്നു. ഞാൻ വളരെ ഇംഗ്ലീഷ് പറയുകയാണ്. പെണ്ണ് കാണൽ ചടങ്ങില് നമ്മളിങ്ങനെ വർത്തമാനം പറയും. ഞങ്ങൾ മേളിലോട്ട് വിട്ടു. ഹൗ ആർ യു, ഹൗ ആർ തിങ്സ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വളരെ സ്മാർട്ടായിട്ട്, നമുക്ക് ആണുങ്ങൾക്കൊരു ഇതുണ്ടല്ലോ ഇച്ചിരി ഓവർ സ്മാർട്ട് ആകുക, അതെന്റെ ഉള്ളിൽ വന്നു. ഞാൻ ഇംഗ്ലീഷൊക്കെ പറഞ്ഞപ്പം പുള്ളിക്കാരി ഒന്നും മറുപടി പറയുന്നില്ല. ഞാൻ മലയാളത്തിൽ പറഞ്ഞപ്പം മറുപടി പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇംഗ്ലീഷ് വേണ്ടതുപോലെ അറിയത്തില്ല. ഞാനൊരു മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അത് പോയി. കോട്ടയം, പിന്നീട് കണ്ണൂരായിരുന്നു. അവസാനത്തെ ഒരു പ്രതീക്ഷയായിരുന്നു പാട്ടെങ്കിലും പാടുമോ എന്നുള്ളത്. അപ്പോൾ അവസാനത്തെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും അടുത്ത് നിർത്തി. ഞങ്ങളുടെ രണ്ടുപേരുടെയും പിതാക്കന്മാർ അപ്പുറം ഇപ്പുറം നിൽപ്പുണ്ട്. പാട്ട് പാടും. അപ്പൊ ഞാൻ പാട്ട് പാടുന്ന കാര്യം ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ പപ്പായുടെ കൊയർ ടീമിൽ അംഗമാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വലിയ ആശ്വാസമായി. പക്ഷെ പാട്ട് പാടിയപ്പോൾ ഞാനൊരു മ്യൂസീഷ്യനും കൂടെ ആയതുകൊണ്ട് സിയിലുള്ള പാട്ട് സി ഷാർപ്പി പാടുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ 10 പോയിന്റും പരാജയപ്പെട്ടു. പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല ഫാസ്റ്റ്. പക്ഷേ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുക. അന്ന് ഞങ്ങൾക്കൊരു ടവേര കാറായിരുന്നു. ആ കാറിൽ കയറി ഞാൻ ഓർക്കും, ഞാനൊന്നൊരു പുതിയ നീല ഷർട്ടും പുതിയ നീല പാന്റും പുതിയ ബെൽറ്റുമായിരുന്നു. ഈ യൗവനക്കാരെല്ലാം കേൾക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ കല്യാണ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹൃദയത്തിലുള്ള 10 കാര്യങ്ങളും, ഹൃദയത്തിൽ എങ്ങനെയുള്ളൊരു പെൺകുട്ടി ആയിരിക്കണം എന്നുള്ള ആഗ്രഹങ്ങളുടെ 10 കാര്യങ്ങളും തെറ്റിയിട്ടും ഈ തീരുമാനം മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ കാറി കയറി ഞാൻ ഡാഡിയോട് പറഞ്ഞു, എൻ്റെ പൊന്ന് ഡാഡി, എനിക്ക് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല ഡാഡി. ഒന്ന്, അവർക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടൊന്നും സാധ്യതകൾ കുറവാണ്. നമുക്കിത് വേണ്ട ഡാഡി. അതുകൊണ്ട് ഞാൻ ഈ ഷർട്ട് വരുന്നില്ല, നമുക്ക് കോട്ടയം വഴി പോവാന്ന് പറഞ്ഞു. ഡാഡിയോട് ഞാൻ പറയുക, ഡാഡിയുടെ ബാങ്കിൽ വർക്ക് ചെയ്ത് ഏതെങ്കിലുമൊക്കെ മാനേജേഴ്സിനെ ഡാഡി വിളിക്കുക, അവരാരുടെയെങ്കിലും മകളെ ഞാൻ വിവാഹം കഴിക്കാം, കോട്ടയം വഴി നമുക്ക് പോകണം. ഡാഡി പറയുകയാണ്, ഞാൻ ആ ഭവനത്തിലായിരുന്നപ്പോൾ ഒരു ശബ്ദം കേട്ടു, ഈ വിവാഹം ദൈവത്തിന്റെ പദ്ധതിയാണ്, ഇത് നടക്കും, ഇത് നിന്റെ മകളാണ് എന്ന് ഞാനൊരു ശബ്ദം കേട്ടു. ഡാഡി എന്നോട് പറഞ്ഞു, ഞാൻ അവളെ മകളായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു, ഇനി നിനക്ക് വേണമെങ്കിൽ നിനക്ക് അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കും. ഇങ്ങനെയുള്ള പിതാക്കന്മാരുള്ളതും ചില സമയത്ത് നല്ലതാ, വളരെ നല്ലതാ. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോയത് എവിടെങ്കിലും ആയിപ്പോയി. ഇപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കോട്ടയത്ത് പോയി വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് 2024 ഹോളി സ്പിരിറ്റ് റിവൈവലും ഉണ്ടാകത്തില്ലായിരുന്നു എന്റെ ജീവിതത്തിൽ. നമ്മൾ തമ്മിൽ ഇങ്ങനെ കാണത്തില്ലായിരുന്നു. ഇങ്ങനൊരു ഇന്റർവ്യൂ പോലും ഉണ്ടാകാനുള്ള സാധ്യതകൾ എല്ലാം തെറ്റിപ്പോകത്തില്ല, ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് പുറത്തായി പോകും. അപ്പോൾ ആ കാര്യത്തിൽ എൻ്റെ ഡാഡി ആ സ്ട്രോങ് ഡിസിഷൻ എടുത്തു. ദൈവത്തിന്റെ ശബ്ദം കേട്ടതുകൊണ്ട് ഇത് നടക്കും എന്നാണ്. അടുത്ത 1 മാസം അവർ വിളിച്ചില്ല. എനിക്ക് വലിയ സന്തോഷമായി, കാരണം എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടതുപോലെയായി. ഞാൻ ഡാഡിയെ വിളിച്ചു ചോദിച്ചു, ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഈ വിവാഹം നമുക്കുള്ളതല്ല. കണ്ടോ, അവർ വിളിച്ചു പോലും ഇല്ല. അതായത് നമ്മൾ വീട്ടിൽ തിരികെ എത്തിയോന്ന് പോലും അവർ വിളിച്ച് ചോദിച്ചില്ല. എനിക്ക് വലിയ സന്തോഷമായിരുന്നു. ഈ വിവാഹം നടക്കത്തില്ല. ഡാഡി വീണ്ടും പറഞ്ഞു, ഈ വിവാഹമേ നടക്കത്തുള്ളൂ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് ചെയ്തെടുക്കും. 1 മാസം കഴിഞ്ഞപ്പോൾ മുല്ലക്കർ സാർ ഡാഡിയെ വിളിച്ചു. 1 മാസം അവർ പ്രാർത്ഥിച്ചു. ഒരു പ്രാർത്ഥനയിലായിരുന്നു. 1 month അവർ പ്രാർത്ഥിച്ചു. കാരണം മുല്ലക്കർ സാറിനും തൻ്റെ ഇളയ മകളുടെ ലൈഫിൽ ആ പാർട്ട്ണർ തെറ്റിപ്പോകരുത് എന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അവർ ഗവൺമെന്റ് ജോലി ചെയ്ത ആളുകളായിരുന്നത് കൊണ്ട് തന്നെ ഗവൺമെന്റ് ജോലിയുള്ളവർ, ഗവൺമെന്റ് സർവീസിലുള്ളവർക്ക് അവരുടെ മരുമക്കളെയും ഗവൺമെന്റ് സർവീസിലുള്ളതായിരിക്കുമല്ലോ ആഗ്രഹിക്കുന്നത്. അങ്ങനെ 1-2 അലയൻസ്, പിന്നെ അവരുടെ ശുശ്രൂഷയിൽ തന്നെയുള്ള വിവാഹ ബന്ധങ്ങൾ. പക്ഷേ ഈ വിവാഹം ദൈവത്തിൽ നിന്നാണെന്ന് അറിയാൻ 1 month അവർ പ്രാർത്ഥിച്ചു. അവസാനം ദൈവത്തിൽ നിന്നും ലഭിച്ച പ്രൊഫറ്റിക്കൽ സൈനിലാണ് അവർ ഡാഡിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ മകനെ ഒന്നും കൂടെ കാണണം.
നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ അങ്ങോട്ട് വരാം. അങ്ങനെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ രസകരമായ ഒരു കാര്യം സംഭവിച്ചത്, സാധാരണ കേരളത്തിൽ സംഭവിക്കാത്ത പോലെ പെണ്ണ് ചെറുക്കന്റെ വീട്ടിൽ വന്ന് കണ്ടു. പെണ്ണു വളരെ രസകരമായ കാര്യമാണ്. ഞങ്ങൾ അപ്പോൾ സംസാരിച്ചത് ജീവിതത്തെ കുറിച്ചല്ല, ഞങ്ങൾ ഐഫോണിനെ കുറിച്ചും. നിങ്ങൾ തമ്മിൽ കണ്ടപ്പോഴും ഞങ്ങൾ ഇത് ഭയങ്കര ലോങ് ഡിസ്കഷനാ പിതാക്കന്മാര് തമ്മിൽ പോകുന്നത്. ഞങ്ങൾ ഇതുപോലെ ഇരിക്കുവോ, നമുക്ക് വേറൊന്നും സംസാരിക്കാറില്ല, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നും അന്നില്ല പാസ്റ്റർ. അന്ന് സാധാരണ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. രണ്ടുപേരും സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലായതുകൊണ്ട് സോഫ്റ്റ്വെയറിനെ കുറിച്ചും ഒക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. രണ്ട് പിതാക്കന്മാരും മണിക്കൂറിലോളം റൂം അടച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അതായിരുന്നു അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ഞാനിതിൽ കാണുന്നൊരു പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തിലുള്ള ആശ്രയം, ദൃഢമായിട്ടുള്ള ദൈവത്തിലുള്ള വിശ്വാസവും ആ ട്രസ്റ്റും. അപ്പോൾ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുന്നവർ ദൈവത്തിൻ്റെ ഹിതമേ നടക്കാവൂ എന്നുള്ള തീവ്രമാകുന്ന ആഗ്രഹം, അതിനു വേണ്ടി അവരുപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് പ്രാർത്ഥന. അതെ, അത് ഒരു 2 മിനിറ്റ് പ്രാർത്ഥനയോ 1 ദിവസത്തെ പ്രാർത്ഥനയോ അല്ല. ഈ പ്രധാനപ്പെട്ട തീരുമാനമാകുന്നതിനാൽ ദീർഘ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4-5 മണിക്കൂർ ഇവർ റൂമിലിരുന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാം പുറത്തിരുന്ന് സംസാരം തീർന്നു പോകത്തില്ലേ കുറച്ച് കഴിയുമ്പോൾ. 4-5 മണിക്കൂർ എങ്കിലും അവരന്ന് പ്രാർത്ഥിച്ചു. മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുക. 2 പിതാക്കന്മാരും പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടാതിരിക്കും? നിങ്ങൾ എങ്ങനെ ദൈവം ഉപയോഗിക്കാതിരിക്കും? അത്ഭുതകരം. ഈ വിവാഹം തന്നെ റൂട്ടഡ് ആൻഡ് ഫൗണ്ടഡ് ഓൺ പ്രയർ. അതെ, പ്രാർത്ഥനയിൽ അടിസ്ഥാനപ്പെട്ട് വേരൂന്നിയിരിക്കുന്ന ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അത്ഭുതാവസരമാണ് ലഭിച്ചത്. ഇതെല്ലാം നല്ല മോഡലുകളാണ്, നല്ല മാതൃകകളാണ്. ഇന്നത്തെ തലമുറ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും വലിയ സംഘർഷങ്ങളിലാണ് അത് എത്തിച്ചേരുന്നത്. എന്നാൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയായിരിക്കണമെന്നുള്ള നല്ല മാതൃകയാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭ്യമാകുന്നത്. ഈ വിവാഹവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ ഈ പുതിയ തലമുറയ്ക്ക് മുഴുവൻ ഇത് കിട്ടുകയാണ്. നടപ്പിലാക്കുന്നവരുണ്ടെങ്കിൽ അവരും അനുഗ്രഹിക്കപ്പെടാൻ പോകും. അങ്ങനെ അവര് റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നു. വിവാഹം ഫിക്സ് ചെയ്ത കാര്യം ഞങ്ങളോട് പറയുന്നു, കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയുന്നു. അപ്പോഴും എനിക്ക് ഗ്രീഷ്മയെ ഒരു സാധാരണ സംസാരിച്ച പെൺകുട്ടിയായിട്ട് തോന്നില്ല. അങ്ങനെ ഒരു സ്നേഹമോ ഉള്ളിൽ നിന്ന് ഒരു അടുപ്പമോ ഒന്നും എൻ്റെ മനസ്സിൽ അപ്പോഴും തോന്നുന്നില്ലായിരുന്നു. പക്ഷെ ദൈവം ആദ്യം കണ്ടതിൽ നിന്നും രണ്ടാമത് കണ്ടപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസിനെക്കാളും അപ്പുറം എന്തോ ദൈവികമായിട്ടൊരു ബ്യൂട്ടി അവളിലുണ്ട്. ആദ്യം ഞാൻ ഒരു അഭിഷിക്തനായിരുന്നിട്ട് പോലും അറിയാതെ നോക്കിയത് ഫിസിക്കൽ അപ്പിയറൻസിൽ തന്നെയാണ്. പക്ഷെ ദൈവികമായിട്ടുള്ളൊരു ബ്യൂട്ടി അവളിൽ അതെന്നെ അട്രാക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അതാണ് ഇന്നും ഞങ്ങൾ തമ്മിലുള്ള ഏറ്റവും വലിയ ബൈൻഡിങ് ഫോഴ്സും. ഫിസിക്കൽ അപ്പിയറൻസസ് ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ തമ്മിൽ ഇത്രയധികം സ്നേഹത്തിലാകത്തില്ലായിരുന്നു. ആ ദൈവികമായിട്ടുള്ളൊരു കാര്യം മാറുകയും പിന്നത്തതിൽ എനിക്ക് ഗ്രീഷ്മയുടെ ഫോൺ നമ്പർ മുല്ലക്കർ സാർ തരികയും വിളിക്കാൻ പറയുകയും ഫോണിലൂടെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ നിന്നും ഒരു ഭയങ്കര, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രേമം തോന്നാൻ തുടങ്ങും. ഗോഡ് ഓർഡൈൻഡ് ലവ് ഉള്ളിൽ നിന്നും വരാൻ തുടങ്ങും. ഗോഡ് ഓർഡൈൻഡ് ലവ്. ഈ 10 ലിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, 10 കാര്യങ്ങൾ. ആ 10 കാര്യങ്ങളെ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായി അല്ലേ? ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഡാഡിയുടെ പ്രെയർ കൊണ്ടായിരിക്കാം ഒരു ഭയങ്കര ചേഞ്ച് ഓഫ് ഇൻഫ്ലുവൻസ് എൻ്റെ ലൈഫിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നു. നമ്മളപ്പോൾ അതിനെ എടുത്ത് അങ്ങ് അങ്ങ് മാറിപ്പോകുന്നത് പോലെ ഫീൽ ചെയ്യുകയോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് പണിതെടുക്കാൻ ഒക്കും എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് എനിക്ക് വരാൻ തുടങ്ങി. നമ്മൾ എത്രയോ പാട്ട് പാടാത്തവരെ ശരിക്കും പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് ശരിയാക്കി എടുക്കാം. അത്ഭുതകരം. ഇന്നിപ്പോ തിരിഞ്ഞു നോക്കിയാൽ എന്നെക്കാളും അവള് വെളുത്തു. ഇന്ന് മുടിയുണ്ട്. ഇന്നിപ്പോ ഇംഗ്ലീഷ് വർത്തമാനം പറയും, ഇംഗ്ലീഷിൽ പ്രസംഗിക്കും. UK വരെ പ്രസംഗിച്ചു. UK പ്രസംഗിച്ചു, ഇംഗ്ലീഷിൽ 1 മണിക്കൂർ പ്രസംഗിച്ചു റൈസൻ പാസ്റ്റർ പറഞ്ഞു. അപ്പൊ കാര്യങ്ങള് തിരിച്ചു പിടിച്ചു, പരിശുദ്ധാത്മാവ് തിരിച്ചു പിടിച്ചു. വളരെ അത്ഭുതം. കോട്ടയത്താണ് വീട്. അവർ ഒറിജിനലി കോട്ടയംകാരാ. കണ്ണൂരാണെങ്കിൽ പോലും ഒറിജിനലി കോട്ടയംകാരാ.
നമുക്കിതൊന്നും ആദ്യത്തെ ലിസ്റ്റിന്റെ അകത്ത് സെറ്റ് ആയില്ലെങ്കിലും ദൈവത്തിന് ഈ 10 കാര്യങ്ങൾ സെറ്റാക്കി തരാൻ കഴിയും. മനോഹരമായിരിക്കും. അങ്ങനെ നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം വരുന്നു. വിവാഹം ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നി. 4 മണിക്കൂറോളം ഉണ്ടായിരുന്നു ഞങ്ങളുടെ വിവാഹം. നീണ്ട സർവീസാണ്. വളരെ നീണ്ട സർവീസ്. ഒത്തിരി പേര് പിണങ്ങി. തിരുവനന്തപുരത്ത് വെച്ചാൽ എറണാകുളത്ത് AJ ഹാളിലായിരുന്നു വിവാഹം. നിറച്ചും ദൈവദാസന്മാരായിരുന്നു. വിവാഹം സോളമനൈസ് ചെയ്തത് റെവറൻഡ് VT എബ്രഹാം ആയിരുന്നു, അസംബ്ലീസ് ഓഫ് ഗോഡിൽ. വിവാഹത്തിന് മെയിൻ മെസ്സേജ് പറഞ്ഞത് ഡോക്ടർ പോൾ ദിനകരനായിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞ ആ പ്രവചന സന്ദേശം ഇന്നും ജീവിതത്തിൽ പലപ്പോഴും സംഘർഷങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായപ്പോൾ ആ പ്രവചന സന്ദേശമാണ് ഞങ്ങളെ പിടിച്ചു നിർത്തിയത്. ഞങ്ങൾ തമ്മിലല്ല, ശുശ്രൂഷകളുമായിട്ട് ബന്ധപ്പെട്ടോ ഞങ്ങൾക്ക് ചുറ്റുമുണ്ടായവർ, ഇതുവരെ ഞങ്ങൾ തമ്മിൽ ഒരു സംഘർഷവും വരാതെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ 15 വർഷമായിട്ട് കാത്തു. അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 ശമൂവേൽ 7:11 മുതൽ 14 വരെ, നീ ദൈവത്തിന്റെ ആലയം പണിയാൻ തീരുമാനിച്ചത് കൊണ്ട് ദൈവം നിന്നോട് പറയുന്നു, ഞാൻ നിന്റെ ഗൃഹത്തെ, ഭവനത്തെ പണിയും. ഐ വിൽ ബിൽഡ് യുവർ ഫാമിലി. അപ്പോൾ ദാവീദ് ചോദിക്കും, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ്റെ കുടുംബവുമോ, ഞങ്ങൾ എന്തും. ആ വേർഡ് ഇന്നും എൻ്റെ ലൈഫിലുണ്ട്. ഞാൻ കർത്താവിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ചെയ്യുന്ന എന്ത് ചെയ്താലും അതിന് ആനുപാതികമായിട്ട് അധികമായിട്ട് ദൈവം ഭവനത്തെ പണിതുകൊണ്ടേയിരിക്കുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങൾ എനിക്ക് ആ പാട്ട് മാത്രമേ പാടാനോ. ഈ സന്ദേശം എനിക്ക് ലഭിച്ചത് കൊണ്ട് പല വിവാഹങ്ങളിൽ പോകുമ്പോൾ എനിക്ക് ദൈവത്തിൽ നിന്നും അന്ന് അവർക്ക് വേണ്ടി ഒരു സന്ദേശം ലഭിച്ചില്ല എങ്കിൽ ഞാൻ ഈ സന്ദേശം തന്നെ അവിടെയും പ്രസംഗിക്കും. അത് അവരുടെ ലൈഫിലും റിലീസ് ആവുന്നത് കാണുന്നുണ്ട്. അപ്പം നമ്മുടെ മേൽ റിലീസ് ആയ പ്രൊഫറ്റിക് വേർഡ് ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകുമ്പോൾ എനിക്ക് സ്പെസിഫിക് ആയിട്ടൊരു വേർഡ് കിട്ടുന്നില്ല എങ്കിൽ ഞാൻ എൻ്റെ വിവാഹത്തിന് പ്രസംഗിച്ച പ്രസംഗത്തെ ഞാൻ സ്വീകരിച്ച് റിലീസ് ചെയ്യുമ്പോൾ അടുത്തൊരു തലമുറയുടെ മേലും ആ മെസ്സേജ് ഹാൻഡ് ഓവർ ആകുന്നത് കാണുന്നു. അങ്ങനെ തുടക്ക ദിവസം മുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളുടെ കുടുംബജീവിതത്തെ പണിയുവാനായിട്ട് ആരംഭിച്ചു. ഞങ്ങളുടെ കുടുംബജീവിതത്തിന്റെ ആരംഭം, ഞങ്ങൾ 2 പേരും IT എഞ്ചിനീയേഴ്സ് ആയിരുന്നു. രാവിലെ ഫാമിലി പ്രെയർ ചെറിയ പ്രെയറാണ്, പെട്ടെന്ന് പ്രാർത്ഥിക്കും, ധൃതിക്ക് ഓഫീസിന് അങ്ങ് പോവുക. വൈകുന്നേരം വേറൊന്നും ചെയ്യാനില്ല, കുറെ നേരം വർഷിപ്പ് ചെയ്യും. അങ്ങനെയാണ് ഗ്രീഷ്മ ഒരു പാട്ടുകാരിയാണ്. ഞാൻ കീബോർഡ് വായിക്കും, ഗ്രീഷ്മയെ കൊണ്ട് പാടിപ്പിക്കും. ആരും കേൾക്കാനില്ലാത്തതുകൊണ്ട് ഗ്രീഷ്മ കോൺഫിഡന്റ് ആയിട്ട് പാടും. നിങ്ങൾ 2 പേരേ ഉള്ളൂ. അതിന്റെ റെക്കോർഡിങ്സ് എൻ്റെ ഇപ്പോഴും ഉണ്ട്. മേ ബി 50 വർഷം ഞങ്ങൾ വിവാഹ ജീവിതത്തിൽ തികയുന്ന ആ സമയത്ത് കർത്താവിന്റെ വരവ് താമസിച്ചാൽ ആ പാട്ട് നമുക്ക് റിലീസ് ചെയ്യാം. അപ്പോൾ ഗ്രീഷ്മ പാടിയ പാട്ട് ഞാൻ ഓർക്കും, ഞാനെന്നും സ്തുതിക്കും എൻ പാരനെ. അപ്പൊ ഞാൻ കീബോർഡ് വായിക്കും. അങ്ങനെ വർഷിപ്പായിരുന്നു വീടിന്റെ അകത്ത്. TV കാണുകയോ അങ്ങനത്തെ ഒരു സിസ്റ്റത്തെക്കാളും വർഷിപ്പ്, വേർഡ് ഡിസ്കസ് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം ബാംഗ്ലൂരിൽ ഇതുപോലൊരു ചർച്ചിന്റെ പാസ്റ്റേഴ്സ് ആകാനുള്ള ദൈവത്തിന്റെ സിസ്റ്റം ഞങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ദൈവം ഇങ്ങനെ പണിയുകയായിരുന്നു. ട്രെയിനിങ് ഹൗസിൽ ട്രെയിനിങ് ആയിരുന്നു, ഇൻ ഹൗസ് ട്രെയിനിങ് ആയിരുന്നു ദൈവത്തെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ വീക്കെൻഡ്സിൽ ഞങ്ങൾക്ക് സുവിശേഷ പ്രവർത്തനമായിട്ട് പോകണം എന്ന് തോന്നാൻ തുടങ്ങി. ഇതൊക്കെ ഒരു പാസ്റ്റേഴ്സ് ഫാമിലിക്ക് മാത്രമേ ഈ നിലയിൽ തുടക്കത്തിൽ ആക്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ, അതോ ഇത് പൊതുവായിട്ട് മറ്റുള്ളവർക്കും ഈ നിലയിൽ തന്നെ അവരുടെ തുടക്കങ്ങൾ ഈ നിലയിൽ അല്പമെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ? തുടക്കങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഈ ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ വൈകുന്നേരം ഒരുമിച്ച് വരുമ്പോൾ വർഷിപ്പ് ചെയ്ത് പ്രാർത്ഥിച്ച് വചനത്തിലെ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു. ബാംഗ്ലൂർ ചർച്ചിൽ ഇപ്പോൾ വിവാഹിതരാകുന്ന ഒത്തിരി ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ അതുകൊണ്ട് അവരാരും പാസ്റ്റർമാരുടെ മക്കളാകണം നിർബന്ധമില്ല, ഒരു പാസ്റ്റർമാരാകണമെന്നുമില്ല. ഇല്ല. എന്നാൽ പാസ്റ്റർമാരുടെ മക്കളായതുകൊണ്ട് സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യത്യസ്ത ഒരു ഡയമെൻഷനിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കുവാനും മനസ്സിലാക്കുവാനും അറിയുവാനും ഡേഞ്ചേഴ്സ് അറിയുവാൻ. കുടുംബജീവിതങ്ങൾ പലതും തകർന്നത് പാസ്റ്റർ ആകുമ്പോൾ നമ്മൾ കേൾക്കുമല്ലേ, കൗൺസിലിംഗ് കേൾക്കുന്നു, അത് കാണുന്നു. അതിനെ കുറച്ച് ഗാർഡ് ചെയ്യാനൊരു സ്പെഷ്യൽ ബ്ലെസ്സിങ് ആ കാര്യത്തിൻ്റെ അകത്ത് ഉള്ളത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. പുതിയ നിയമത്തിൽ നമ്മൾ നോക്കിയാലും തിമോത്തിയോസിനെ കുറിച്ച് പൗലോസ് പറയുമ്പോഴത്തേക്ക്
ഗ്രാൻഡ് മദറിലുള്ളൊരു മിനിസ്ട്രി, വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു, മദറിനെ കുറിച്ച് പറയുന്നു. സോ ഇറ്റ് ബെനിഫിറ്റഡ് ഹിം. അത് തീർച്ചയായിട്ടും ഞങ്ങളെ ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു ചർച്ചിന്റെ ലീഡ് പാസ്റ്റർ ആകാൻ ഉറപ്പായിട്ടും ആ കാര്യം ഞങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ലൈഫിൻ്റെ അകത്ത് വന്ന പ്രതികൂലങ്ങളെയും പ്രയാസങ്ങളെയും ഞങ്ങൾക്ക് ഗാർഡ് ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപയാൽ ഇത്രയും വർഷമായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. ഈ ഭാഗം ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. അവിടെ ആരംഭ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ ഒരുമിച്ച് വോർഷിപ്പ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. അവിടെ വോർഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം. അപ്പോൾ ആ വീട്ടിനകത്ത് ജീസസ് വരും, ദൈവത്തിന്റെ സാന്നിധ്യം വരിക, ആ വീടിന്റെ നേതൃത്വം, ആ കുടുംബത്തിന്റെ നേതൃത്വം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുക. അതുകൊണ്ട് ആ സമയത്തുള്ള വിവാഹ ജീവിതം, ഫിസിക്കൽ ലൈഫ്, ഇന്റിമസി, അതെല്ലാം ഒരു ഭയങ്കര ഹോളിനെസ്സിൽ തുടങ്ങാൻ ദൈവം കൃപ നൽകി. ഇന്ന് ഞാൻ മാരേജ് കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ, കഴിഞ്ഞ 3 ദിവസം മുന്നേ ഞാൻ മാരേജ് കൗൺസിലിംഗ് കൊടുത്തു. ഞാൻ അവരോട് പറഞ്ഞ, ഞാൻ ഇച്ചിരി ഓപ്പണായിട്ട് സംസാരിക്കുന്ന ദേവദാസ്, ഞാൻ അവരോട് പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യം, നിങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ അകത്ത്, നിങ്ങൾ തമ്മിലുള്ള സെക്ഷുവൽ ഇൻറ്റിമസിക്കകത്ത് പോലും നിങ്ങൾ പോണോഗ്രഫിയെ നിങ്ങൾ കൊണ്ടുവരരുത്. ഒത്തിരി ചെറുപ്പക്കാർ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, അവർക്കിത് അറിയാത്തത് കൊണ്ട്. എനിക്ക് വിവാഹം കഴിച്ചപ്പോഴും ഇത് അറിയത്തില്ലായിരുന്നു. ദാറ്റ് ഈസ് സംതിങ് ടു ബി ഡിസ്കവേർഡ് എന്ന് ഞാൻ സാധാരണ പറയുന്നത്. സംതിങ് ടു എക്സ്പീരിയൻസ് ആൻഡ് നോ ആൻഡ് ഗ്രോ ഇൻ ഇറ്റ്. നിങ്ങൾ ഈ കമ്പ്യൂട്ടറും വെച്ച് അതിൽ നോക്കി ഓരോന്ന് കണ്ടു ചെയ്യുമ്പോൾ ദ ഡീമൺസ് ആർ ഓൾറെഡി ആക്റ്റീവ് ഇൻ യുവർ ഹോം. അങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ? ഒത്തിരി. ഇന്നത്തെ തലമുറകളിൽ ആരംഭിക്കുന്നത് അങ്ങനെ. ആരംഭത്തിൽ ഫിസിക്കൽ ഇന്റിമസിക്ക് വേണ്ടി ഒരു പോണോഗ്രാഫിയാണ് സ്റ്റഡി മെറ്റീരിയലായിട്ട് സ്വീകരിക്കുന്നത്. ഞാനിത് മനസ്സിലാക്കിയത്, ഞാൻ ഡീൽ ചെയ്ത ആദ്യത്തെ ഡിവോഴ്സ് കേസിൻ്റെ അകത്താണ്. ഞാനൊന്ന് വളരെ യങ് പാസ്റ്ററാണ്. എൻ്റെ ചർച്ചിൽ ഒരു സിസ്റ്റർ വന്നു. എനിക്കവരെ വർഷങ്ങൾക്ക് മുൻപേ, ഞാനായിരുന്നു ട്രഡീഷണൽ ചർച്ചിൽ പരിചയമുണ്ടായിരുന്നു. ആ സിസ്റ്റർ വന്നു, കർത്താവ് സൗഖ്യമാക്കി. കുറച്ച് എൻ്റെ അടുത്ത് അടുത്തപ്പോഴത്തേക്ക് ഞാൻ ഹസ്ബൻഡിനെ കുറിച്ച് വെച്ച് പറഞ്ഞു, ഞങ്ങൾ പാർട്ടഡ് ആണ്. അങ്ങനെ എന്താ ഡിവോഴ്സിന് റീസൺ എന്ന് ചോദിച്ചപ്പോൾ, വിവാഹം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ കാര്യമാണ് ചെയ്തത്, ഇവർക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റി, വിച്ച് ബ്രോക്ക് ഹർ ഡൗൺ. അങ്ങനെ പല കുടുംബങ്ങൾ തകരുന്നുണ്ട്, പല ലൈഫിലേക്ക് ഡീമൺ ഇൻഫ്ലുവൻസ്, ബിക്കോസ് ഇറ്റ്സ് എ ഡിമോണിക് തിങ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സിസ്റ്റത്തിനകത്ത് വേർഷിപ്പ്, വേർഡ്, പ്രെയർ, അന്ന് രാത്രി നമ്മൾ തമ്മിൽ ഫിസിക്കൽ ഇൻറ്റിമസി ഉണ്ടെങ്കിൽ പോലും അതൊരു ഹോളിനെസ്സിൻ്റെ അറ്റ്മോസ്ഫിയറിലാണ് വേണ്ടത്. എനിക്കൊരു ചെറിയ സംശയം, വിച്ച് ഐ എം നോട്ട് ഏബിൾ ടു പ്രൂവ് ഇറ്റ്. എനിക്ക് ചെറിയ സംശയം, ഇന്ന് അനേക കുഞ്ഞുങ്ങൾ അനേക ജന്മത്തിലുള്ള ഡിസീസസുമായിട്ട് വളരുന്നതിനൊരു പ്രധാനപ്പെട്ട റീസൺ, ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഫിസിക്കൽ ഇൻറ്റിമസിയുടെ സ്വാതന്ത്ര്യത്തിൽ പോണോഗ്രഫിയെ കൊണ്ടുവന്ന് ഡിമോണിക് റലം ഓപ്പണായി. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട രഹസ്യങ്ങളാണ്. സാധാരണ ഇങ്ങനെയുള്ള പങ്കുവയ്ക്കലിൽ ലഭ്യമാകാത്ത രഹസ്യങ്ങളാണ് പാസ്റ്റർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. വളരെ ഗൗരവമായിട്ട് കാണണം, വളരെ ഗൗരവമായിട്ട് കാണണം, വളരെ സൂക്ഷ്മതയോടുകൂടി ആയിരിക്കണം. പാസ്റ്ററുടെ ആ തുടക്കം എന്ന് പറയുന്നത് നല്ല മാതൃകയാണ്. ഇത് കേൾക്കുന്ന നവദമ്പതികൾ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ സ്വീകരിക്കുക, പ്രായോഗികമാക്കുക. ആമേൻ. അങ്ങനെ ഞങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു, മിഷൻസ് ആരംഭിച്ചു. ഇന്ന് എൻ്റെ ലൈഫിൻ്റെ ഒരു ഹാർട്ട് ബീറ്റ് ആണ്. പാസ്റ്ററിനൊക്കെ അറിയാവുന്ന ഒരു പാസ്റ്ററും ഞാനും തമ്മിൽ ഇത്രയും അടുക്കാനുണ്ടായ റീസൺ മിഷൻസ് ആയിരുന്നു. നമ്മൾ ഒരുമിച്ചുള്ള യാത്രകളും ഗ്രാമങ്ങളിൽ പോയതും ഇന്ത്യയും ആഫ്രിക്കയൊക്കെ പോയതും. ശനിയാഴ്ചകളിൽ ഗ്രാമങ്ങളിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ആന്ധ്രാപ്രദേശിൽ മദനപ്പള്ളിയിൽ ഒരു ഗ്രാമത്തിൽ പോയി. അപ്പോൾ അന്നത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ, ഗ്രീഷ്മ, എൻ്റെ കൂടെ ബാംഗ്ലൂരിൽ നിന്ന് 1-2 പേര്, അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. ഡാഡി പറഞ്ഞു വിടുന്നവരാ കൂടെയുള്ള ഒരു ചെറിയ ഗ്രാമം. പഴയ പെട്രോമാക്സ് വെളിച്ചം, ഒരു റേഡിയോയിൽ ബാറ്ററിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കുഞ്ഞു സ്പീക്കർ. ഇംഗ്ലീഷ് ഞാൻ പ്രസംഗിക്കുന്നു, അവിടുത്തെ മിഷണറി തെലുങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇരുട്ടായി. ഒരു 30 പേര് തറയിൽ റോഡിലിരിക്കുക. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ 30 വർഷം കണ്ണ് കാണാതിരുന്ന ഒരു സഹോദരിയുടെ കണ്ണ് തുറന്നു. കണ്ണു തുറന്നു. അത് ആ ഗ്രാമത്തിലൊരു വലിയ വാർത്തയായി. ഉണർവ് ആരംഭിക്കുന്നത് റിവൈവൽ എന്നൊരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ റിവൈവൽ എനിക്ക് അനുഭവിക്കേണ്ട ഒരു പ്രോസസ്സിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോയത് അസാധാരണമായിട്ടുള്ളൊരു സൗഖ്യത്തിൽ നിന്നായിരുന്നു.
അങ്ങനെ ഈ പാസ്റ്റേഴ്സ് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ രോഗസൗഖ്യം ആളുകൾക്ക് കൊടുക്കുമെങ്കിൽ ഞങ്ങൾ അടുത്ത മാസം ഞങ്ങൾ മീറ്റിംഗ്സ് വെക്കാൻ, അങ്ങനെ മീറ്റിംഗ്സ് ആരംഭിച്ചു. ആ ഒരു മീറ്റിംഗിൽ ജോണ്ടിസ് ബാധിച്ച് മരിക്കാൻ കിടന്ന ഗ്രാമത്തിന്റെ അകത്ത് ഒരു മനുഷ്യനെ ഗ്രാമത്തിലുള്ള ക്ലോത്ത് സ്ട്രക്ചറിൽ എടുത്തുകൊണ്ടുവന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അസാധാരണമായിട്ട് ആ മനുഷ്യനെ സൗഖ്യമാക്കി. അയാൾ എഴുന്നേറ്റു. എടുത്തുകൊണ്ട് വന്നയാള് മഞ്ഞപ്പിത്തം പോയി. അപ്പോൾ തന്നെ പോയി, വയർ നോർമലായി. എടുത്തുകൊണ്ട് വന്നാൽ എഴുന്നേറ്റു. അദ്ദേഹത്തെ പിന്നെ ആ ദിവസം ഞാൻ സ്നാനപ്പെടുത്തുന്നു. അങ്ങനെ മദനപ്പള്ളിയിൽ ഒരു മിഷൻ എസ്റ്റാബ്ലിഷ്, ഒരു അപ്പോസ്റ്റോലിക് മിനിസ്ട്രി ചെയ്യുവാൻ, അപ്പോസ്തല പ്രവർത്തികൾ അവിടെ ആരംഭിക്കുക. അപ്പോസ്തല പ്രവർത്തികളിലൂടെയാണ് പാസ്റ്ററുടെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഒരു അപ്പോസ്റ്റലിക് മിനിസ്ട്രി ആയിരുന്നു എൻ്റെ ഇന്ന് കാണുന്ന പാസ്റ്ററൽ മിനിസ്ട്രിയുടെ ബേസ് ആയിട്ട്. ഇത് വിശദീകരിക്കണം. ഇത് ധാരാളം വിശദീകരിക്കുവാനുണ്ട്. മാത്രമല്ല, ഇവിടെ നിന്ന് നമ്മൾ ഹോളി സ്പിരിറ്റ് റിവൈവൽ ബാംഗ്ലൂരിൽ എത്തിച്ചേരാൻ പോകുകയാണ്. അതുകൊണ്ട് ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വീണ്ടും ഒരു സർപ്രൈസ്. ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ ബാംഗ്ലൂർ ഹോളി സ്പിരിറ്റ് റിവൈവലിൽ എത്തിച്ചേരാൻ പോകുന്നു. എന്നാൽ ഈ സമയത്ത് തന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു വലിയ സ്പർശനം നിങ്ങളുടെ കുടുംബജീവിതത്തിലും നിങ്ങളുടെ ശുശ്രൂഷയിലും പരിശുദ്ധാത്മാവ് പകരുവാൻ പോകുകയാണ്. പാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡിൽ ഞങ്ങൾ ഷെയർ ചെയ്തത് വിവാഹാലോചനകൾ, കുടുംബജീവിതം, കുടുംബത്തിൽ നിന്നും ഒരുമിച്ച് ഞങ്ങൾ എങ്ങനെ കർത്താവിൻ്റെ വേലയിലേക്ക് ആരംഭിച്ചു. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവെ, വിവാഹം നടക്കാതിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവാം ദൈവമേ, ഇസഹാക്കിന് റെബേക്കെ നൽകിയതുപോലെ ഏലിയാസർ പരിശുദ്ധാത്മാവിൻ്റെ റോളായി, മിറർ ഇമേജായി പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഈ പകലിൽ തന്നെ പരിശുദ്ധാത്മാവാം ദൈവം പ്രവർത്തിച്ച് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ദൈവം, വാതിലുകൾ തുറന്ന് അവരുടെ വിവാഹ ജീവിതങ്ങളിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം പറയുന്നു, വിശ്വസിക്കുന്നു. വളരെ വേഗതയിൽ തന്നെ കർത്താവെ ആ കാര്യങ്ങൾ പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ, അതിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതം കഴിഞ്ഞവരുടെ ജീവിതത്തിൽ ഒരുമിച്ചുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൗലോസിന്റെ കൂടെ ഒരു അക്കില്ലയും പ്രിസ്കില്ലയും ഉണ്ടായിരുന്നതുപോലെ പത്രോസും ഭാര്യയും യാത്ര ചെയ്തു എന്ന് പറയുന്നത് നാമത്തിൽ കുടുംബമായി യാത്ര ചെയ്ത് ശുശ്രൂഷ ചെയ്യുന്നവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ജീവിതം നയിക്കുവാൻ കർത്താവ് കൃപ നൽകണം, കുഞ്ഞുങ്ങളെ നൽകണം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നൽകുന്നതിനായിട്ട് സ്തോത്രം, മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ. ആമേൻ. 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 താങ്ക് യു സോ മച്ച് പാസ്റ്റർ. ആമേൻ. പ്രത്യേകിച്ച് നിങ്ങൾ ഈ എപ്പിസോഡ് കാണുവാൻ കാണിച്ച താല്പര്യത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇത് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ കുടുംബങ്ങൾ ഭൂമിയിലെ സ്വർഗങ്ങളായി തീരും. കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.